എറണാകുളം ചിലവന്നൂർ ബണ്ട് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നു. പാലത്തിന് ഇരുവശത്തെയും അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് ഭാഗങ്ങളുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായെങ്കിലും സെന്റർ സ്പാനുകളുടെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. എത്രയും വേഗം പണി പൂർത്തിയാക്കി പാലം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വൈറ്റിലയെയും പനമ്പള്ളി നഗറിനെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ പാലമാണ് ചിലവന്നൂർ ബണ്ട് പാലം. 2024 ഈ പാലം പൊളിച്ചു പണിയാൻ തീരുമാനിച്ചത്. വാട്ടർ മെട്രോയുടെ യാത്ര സുഗമമാക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് പാലം പൊളിച്ചത്. 20 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പാലം സഞ്ചാരയോഗ്യമാക്കും എന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പാലം പൊളിച്ച് 2 വർഷം പിന്നിടുമ്പോഴും നിർമ്മാണ പ്രവർത്തികൾ എങ്ങും എത്തിയിട്ടില്ല. തൃപ്പൂണിത്തുറ, വൈറ്റില ഭാഗങ്ങളിൽ നിന്ന് എറണാകുളം നഗരത്തിലേക്ക് പ്രവേശിക്കാൻ എളുപ്പമാർഗങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഈ പാലം. ദീർഘനാളായി പാലം അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രദേശവാസികളും യാത്രക്കാരും ഏറെ ദുരിതത്തിലാണ്. ഒരു 1.5 വർഷത്തോളം അതിൽ കൂടുതലായി യാത്ര ബുദ്ധിമുട്ടായിട്ട്. പിന്നെ ഇങ്ങനെ ഓരോ ഈ സെൻട്രൽ സ്പാൻ മുഴുവനും ഈ സ്റ്റീലിൻ്റെ ഇതാണ്, വാർക്കല്ല. അപ്പോൾ അതിൻ്റെയാണ് ആ വണ്ടിയിൽ കയറ്റി വെച്ചേക്കണുണ്ട്. ആ സാധനം മുഴുവനും അതേമാതിരിയുള്ള സെക്ചർ വന്നിട്ട് വേണം. 20 മാസം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് ആർക്ക് ടെൻഡറില്ലാതെ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഊരാളുങ്കൽ സൊസൈറ്റി. ഊരാളുങ്കൽ സൊസൈറ്റിക്കാരെ എടുത്തിട്ടാണ് അവർ വേറെ ആർക്കോ മറിച്ചു കൊടുത്തുള്ളതാണ്. ഇപ്പോൾ പാലം പണിയുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ യാതൊരുവിധ പാലം പണിയും പരിചയമില്ലാത്ത ഒരു പാർട്ടിയായിട്ടാണ് ഇവിടെ ഇത് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. 38.77 കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. 90 മീറ്റർ നീളമുള്ള സെന്റർ സ്പാനാണ് ഇനി സ്ഥാപിക്കേണ്ടത്. 20 മീറ്റർ വീതിയും 16.5 മീറ്റർ ഉയരവും ഇതിനുണ്ടാകും. നിർമ്മാണ പ്രവർത്തനത്തിൽ കാലതാമസം നേരിടുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. പെരുമ്പളം പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി ഏതാണ്ട് 2 മാസങ്ങൾക്കിപ്പുറമാണ് ചിലവന്നൂർ പാലത്തിന്റെയും നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാലമായ പെരുമ്പളം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അത് നാടിന് സമർപ്പിച്ചു. അപ്പോഴും ചിലവന്നൂർ പാലം എങ്ങുമെത്താതെ ഇങ്ങനെ കിടക്കുകയാണ്. ദൃശ്യങ്ങൾ പകർത്തിയ ജെറിൻ കാട്ടൂരിനും ജിബിനുമൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം, കൊച്ചി.